കട്ടപ്പനയിലെ മിറക്കിൾ ഫാംസിൽ നിന്ന് ഞാനൊരു 7 മാസം മുൻപ് വാങ്ങിക്കൊണ്ട് വന്ന റെഡ് ഡയമണ്ട് പ്രീമിയം ഒരു പേര ആണിത്. അതിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കായകൾ ഇപ്പോൾ ഉണ്ട്. ചെടിയുടെ ആകെ വലിപ്പം ഇത്രയുമാണ് ഉള്ളത്. ഇത് അതിനോടൊപ്പം വാങ്ങിച്ചപ്പോൾ തന്നെ ബിജു എന്നോട് പറഞ്ഞിരുന്നു, പ്രത്യേകിച്ച് അതിൻ്റെ പോട്ടിനുള്ളിൽ മറ്റ് കളകളും ചെടികളും ഒന്നും വളർത്തരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിലും അതിനകത്തൊരു ചുവന്ന ചീര കിളുത്ത് വന്നപ്പോൾ അതിനെ കളയാതെ വെച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇത് എയർ പ്രൂണിങ് പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. എയർ പ്രൂണിങ് പോട്ടിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ബിജു പലപ്പോഴും അവരുടെ വീഡിയോകളിലൊക്കെ പറയുന്നത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇതിൻ്റെ റൂട്ടിൻ്റെ വളർച്ച പുറത്തേക്ക് വരികയും അങ്ങനെ കൂടുതൽ വളർച്ച പ്രാപിക്കുകയും ചെടിക്ക് കൂടുതൽ ലൈഫും വിളവും കിട്ടുന്ന ഒരു പ്രത്യേകത ഈ പോട്ടുകൾക്കുണ്ട്. എയർ സർക്കുലേഷനും അതിനകത്ത് കൂടുതലായിട്ട് കിട്ടും. അങ്ങനെ ഉള്ള ഒരു പോട്ടിലാണ് ഇത് നട്ടിരിക്കുന്നത്. ഏതാണ്ട് 7 മാസം പ്രായമുള്ള ചെടിയാണ്. ഇപ്പോൾ 10 കായ ഇതിലുണ്ടാകെ 14 കായ ഉണ്ടായിരുന്നു. അതിൽ 3-4 കായകൾ പൊഴിഞ്ഞു പോയി. പക്ഷേ 10 കായകൾ പിടിച്ചിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഇത് ഞാൻ വെച്ചിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ ടെറസിലാണ്. അതുപോലെ തന്നെ മിറക്കിൾ ഫാംസിൽ നിന്നുള്ള 1-2 കാഴ്ചകൾ കൂടെ ഇതിനോടൊപ്പം തന്നെ കാണിക്കാം. ഈ കാണുന്നതൊക്കെ എൻ്റെ ടെറസിലെ ചെടികളാണ്. ഇത് സ്ട്രോബെറിയാണ്. ഇതും അതുപോലെ തന്നെ അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്ന മാൻഡറിൻ ഓറഞ്ചിൻ്റെ ഒരു ചെടിയാണ്. ഇതിൽ നിങ്ങൾക്ക് കായ്കൾ കാണാം. കായ്കൾ 1-2 അല്ല, നിറയെ കായ്കളുണ്ട്. നിറയെ കായ്കളുള്ള മാൻഡറിൻ ഓറഞ്ചാണ് ഇത്. ഇതും ഈ പറഞ്ഞതുപോലെ അന്ന് തന്നെ കൊണ്ടുവന്നതാണ്. 7 മാസത്തോളം ആയി ഇത് വാങ്ങിക്കൊണ്ട് വന്ന് വെച്ചിട്ട്. ഞാൻ പലപ്പോഴും ബിജുവിൻ്റെ ഈ വീഡിയോസ് കാണുകയും അതിൽ താല്പര്യം ഉണ്ടാവുകയും, കാരണം ഞാനിങ്ങനെ പല വീഡിയോസ് കണ്ട് പല നഴ്സറികളിൽ നിന്നൊക്കെ ഇങ്ങനെ ചെടികൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലുള്ള ഫലങ്ങളൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ 1-2 റിവ്യൂസ് കണ്ടവരോട് ഞാൻ നേരിട്ട് സംസാരിക്കുക. അപ്പോൾ ബിജുവിൻ്റെ മിറക്കിൾ ഫാംസിലെ ചെടികളുടെ തൈകൾ വളരെ നല്ലതാണ് എന്ന് ഉള്ള ഒരു റിപ്പോർട്ട് എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വണ്ടിയും കൊണ്ട് കട്ടപ്പന പോയി വാങ്ങിക്കൊണ്ട് വന്നതാണ്. അങ്ങനെ ഇതോടൊപ്പം തന്നെ കൊണ്ടുവന്ന ഒരു സമ്മർ സോൺ ആപ്പിളാണ്. അതിൻ്റെ ചെടിയാണ് ഇത് നിൽക്കുന്നത്. സമ്മർ സോണിൻ്റെ തന്നെ മറ്റൊരു ആപ്പിൾ എൻ്റെ ഗ്രൗണ്ടിൽ താഴെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ ഒരു കായുണ്ട്. 3 പൂക്കൾ അതിനോടൊപ്പം തന്നെ ചെറിയ കായ്കളായിട്ട് വന്നിട്ടുണ്ട്. ഇതും മാൻഡറിൻ്റെ ഒരു ചെറിയ തൈയാണ്. ആപ്പിള് ഇവിടെ ഒന്ന് കാണാമോ എന്നെനിക്കറിയില്ല, എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം. കാണാൻ പറ്റുകയില്ല. വാഴയുടെ മറവിലാണുള്ളത്. അതിൽ കായുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റായിട്ട് എടുക്കുന്നതായിരിക്കും. ഇത് അതുപോലെ തന്നെ അവിടെ നിന്ന് കൊണ്ടുവന്ന അമ്പഴത്തിൻ്റെ ചെടിയാണ്. ഒരു കൊല പഴുത്ത് ഞങ്ങൾ പറിച്ചു. രണ്ടാമത്തെയാണ്. മൂന്നാമത്തേതിൽ 1-2 കായകളുണ്ട്. ഈ പോട്ടിനകത്ത് കാണുന്നത് കളകളല്ല, അത് ഉണങ്ങിയ ഇലകൾ വാരിയിട്ടിരിക്കുകയാണ് തണുപ്പ് കിട്ടാൻ വേണ്ടി. കാരണം ടെറസിലായതുകൊണ്ട് ഒരുപാട് വെയിലടിക്കുന്നത് കൊണ്ട് അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. ഇതൊക്കെ എൻ്റെ ടെറസിൽ തന്നെയുള്ള മറ്റ് ചെടികളൊക്കെയാണ്. ഇത് പൊട്ടറ്റോ ആണ്, ഉരുളക്കിഴങ്ങ്. നാട്ടിൽ ഉള്ളവർക്ക് അത്ര പരിചയമുണ്ടോയെന്നറിയില്ല. ഇത് ഉരുളക്കിഴങ്ങാണ്. ഇത് ചെടി ചട്ടിൽ വെച്ചിരിക്കുന്നു. അതുപോലെ ഇതും ആ കാണുന്നതും ഉരുളക്കിഴങ്ങ് തന്നെയാണ്. ഇത് മിറക്കിൾ ഫാംസിൽ നിന്നുള്ളതല്ല, പക്ഷേ എങ്കിലും ഇതും കൂടെ കൂട്ടത്തിൽ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ക്രീപ്പർ റോസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ഇങ്ങനെ ഒരുപാട് കൊലമറിഞ്ഞ് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. അതോടൊപ്പം തന്നെ മുട്ടുകളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും പൂക്കളുള്ള ഒരു വെറൈറ്റിയാണിത്. ഇതിൻ്റെ തന്നെ മറ്റൊരു ചെടി അവിടെ മേളിൽ വൈറ്റ് കളറിൽ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കാണാം, നിറയെ പൂക്കളാണ്. ഇതെപ്പോഴും പൂക്കളുണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ ജർമ്മൻ ഷെപ്പേർഡ് താഴെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ. വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.